ഹലോ എവരിവൺ, ഐവിഎഫ് ജേർണിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇനി ഞാൻ പ്രഗ്നൻസി കെയർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് പ്രഗ്നൻസി കാലയളവിൽ എല്ലാവർക്കും തന്നെ കോൺസ്റ്റിപ്പേഷൻ സാധാരണമാണ്. പക്ഷേ ഇതുകൊണ്ട് കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാറുണ്ടോ, അതാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ഈ കോൺസ്റ്റിപ്പേഷൻ എങ്ങനെ പരിഹരിക്കാം, എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ള കാര്യം കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നേരിട്ട് വീട്ടിലേക്ക് എടുക്കാം. അപ്പോൾ പ്രഗ്നൻസി കെയർ, ബേബി കെയർ അങ്ങനെയുള്ള വീഡിയോസ് എല്ലാം തന്നെ നമ്മുടെ ചാനലിൽ 2 മണിക്കായിരിക്കും അപ്ലോഡ് ചെയ്യുക. IVF സംബന്ധമായിട്ടുള്ള വീഡിയോകൾ, ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രാത്രി 8 മണിക്ക് തന്നെയായിരിക്കും ചെയ്യുക. നമ്മൾ തുടർന്ന് എല്ലാ ദിവസവും റെഗുലറായിട്ട് വീഡിയോസ് ഇടണമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് വിചാരിക്കാം. നേരിട്ട് വീട്ടിലേക്ക് എടുക്കാം. അപ്പോൾ പ്രഗ്നൻസിയിൽ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം വരാൻ കാരണം എന്താണ് അത് നമുക്ക് അറിയാം. അതായത് പ്രഗ്നൻ്റ് ആകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഹോർമോൺസ് വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ച് പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞ ഹോർമോണിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. ആ ഹോർമോണാണ് നമ്മൾക്ക് ഇംപ്ലാന്റേഷൻ നടക്കുന്നതിനും ബേബി ഹെൽത്തി ആയിട്ട് വളരാനായിട്ടും ഒക്കെ ആവശ്യമായിട്ടുള്ള ഹോർമോണാണ് പ്രൊജസ്ട്രോൺ. പ്രൊജസ്ട്രോണിൻ്റെ അളവ് എന്തായാലും കൂടുതലായിരിക്കും. അപ്പോൾ പ്രൊജസ്ട്രോൺ കൂടുതലാകുമ്പോഴത്തേക്കും നമ്മുടെ കുടലിൻ്റെ മൂവ്മെൻറ്റൊക്കെ ഒന്ന് സ്ലോ ആകും. അപ്പോൾ അതുകൊണ്ട് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാനൊരു കാരണമുണ്ട്. പിന്നെ രണ്ടാമത്തേന്ന് പറയുമ്പോൾ കുഞ്ഞ് വലുതായി വരുന്നതനുസരിച്ചിട്ട് യൂട്രസ് കുടലിന് പ്രഷർ നൽകും. അപ്പോൾ അതുകൊണ്ട് അപ്പോഴും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൺ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ലക്ഷണങ്ങൾ ഇപ്പോൾ പറയാനൊന്നുമില്ല. നമുക്ക് വയറ്റിൽ നിന്ന് കട്ടിയായിട്ട് പോകും. പിന്നെ ദിവസങ്ങളോളം പോകാതിരിക്കും. ചിലർക്ക് 2 ദിവസം കൂടുമ്പോൾ പോകുള്ളൂ, ചിലർക്ക് 3 ദിവസം കൂടുമ്പോൾ പോകുള്ളൂ. അങ്ങനെ 3 ദിവസം കൂടും വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഡോക്ടറെ കാണണം കേട്ടോ. പിന്നെ ചിലപ്പം വയറ്റിൽ നിന്ന് പോകുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്യേണ്ടി വരും. പിന്നെ വയറുവേദന ഉണ്ടാകും, വയറ് ഭയങ്കരമായിട്ട് വീർത്തിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതുകൊണ്ട് കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ളതാണ് പലർക്കുള്ള ഡൗട്ട്. എനിക്കും അങ്ങനെ ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്ക് പ്രഗ്നൻസിയിൽ ത്രൂ ഔട്ട് നല്ല രീതിയിൽ കോൺസ്റ്റിപ്പേഷൻ, ആദ്യ സമയത്തല്ല, ഒരു 4 months 5 monthsന് ശേഷം കോൺസ്റ്റിപ്പേഷൻ, ഭയങ്കര ഗ്യാസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുഞ്ഞിനെ എന്തെങ്കിലും ബാധിക്കുമോ എന്നുള്ളതാണ്. മെയിനായിട്ട് പറയുവാണെങ്കിൽ കുഞ്ഞിനെ ഡയറക്റ്റായിട്ട് ബാധിക്കത്തില്ല. പക്ഷേ ഇതുകൊണ്ട് അമ്മയ്ക്ക് പല പ്രോബ്ലംസും ഉണ്ടാകും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അമ്മയുടെ ഭാഗത്തുനിന്നായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുക. അപ്പോൾ അധികമായിട്ട് സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡിസ്കംഫേർട്ട് കൂടും. പിന്നെ അതുപോലെ മൂലക്കുരു ഉണ്ടാകും. പിന്നെ ഫിഷർ, അതായത് മലദ്വാരത്തിൽ നിന്ന് മുറിവ് വരാം. പിന്നെ സിവിയർ കോൺസ്റ്റിപ്പേഷൻ ആണെങ്കിൽ പെയിനും സ്ട്രെസ്സൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ വരുമ്പോഴത്തേക്കും ഇഗ്നോർ ചെയ്യരുത്. അപ്പോൾ ഇതിനുള്ള പരിഹാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡയറ്റിൽ നിശ്ചയമായിട്ടും ഫൈബർ റിച്ച് ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ധാരാളം ആപ്പിള് കോൺസ്റ്റിപ്പേഷനുള്ളതൊക്കെ നല്ലതാണ്. പച്ചക്കറികൾ, പിന്നെ അങ്ങനെ ഓട്സ് ഒക്കെ കഴിക്കാം. പിന്നെ ഞാൻ റാഗി കഴിക്കാറുണ്ടായിരുന്നു. ഞാൻ പേഴ്സണലി കഴിക്കുന്നുണ്ടായിരുന്നു. നമ്മളെപ്പോഴും ഒരു സാലഡ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. നമ്മൾ ഫുഡ് ഗർഭിണികൾ എപ്പോഴും പല സമയത്തായിട്ടുള്ള ഫുഡ് കഴിക്കുക. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം എപ്പോഴും ഫ്രൂട്ട്സ് ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. സാലഡ് ഞാൻ കഴിക്കാറുണ്ടായിരുന്നു. പിന്നെ ദിവസം 2.5-3 ലിറ്റർ വെള്ളം വരെ കുടിക്കുക. പിന്നെ ചെറുതായിട്ട് നടക്കുക. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും സെയിം ടൈമിൽ ടോയ്ലറ്റിൽ പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി ഇരുന്ന് നോക്കുക. ചിലപ്പോൾ അതുകൊണ്ട് തന്നെ മാറുമായിരിക്കും. പിന്നെ അയൺ ടാബ്ലറ്റ് ആണ് നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷന് കാരണം എന്നുണ്ടെങ്കിൽ ഡോക്ടറോട് സംസാരിച്ചിട്ട് അയൺ ടാബ്ലറ്റിൻ്റെ വേറെ ബ്രാൻഡ് എടുക്കാവുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം.